നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാം ഭരണകാലത്ത് സകല പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത്. US പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന വിദേശ നയം ട്രംപ് ഭരണകൂടം പൊളിച്ചെഴുതുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിലുള്ളത് വളരെ നല്ല ആളുകളാണെന്നാണ് ട്രംപ് പറയുന്നത്. പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതും ഇതേ ട്രംപ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇറാനുമായി ആണവ കരാറിന് ശ്രമം തുടങ്ങിയതായാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കരാറിന് സന്നദ്ധത അറിയിച്ച് ഖമേനിക്ക് കത്തയച്ചതായും ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ മുഖ്യ ശത്രു കൂടിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമ്മതം മൂളുമെന്ന് തന്നെയാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് ഇറാന് ഏറെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപിനോട് ഖമേനി പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അഭിസംബോധന ചെയ്താണ് ട്രംപ് തന്റെ കത്ത് എഴുതിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ വൈറ്റ് ഹൌസ് തയ്യാറായിട്ടില്ല. 2015 ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള 6 ലോകശക്തികൾ തമ്മിൽ ആണവ കരാറിൽ ഒപ്പിട്ടിരുന്നു. ബറാക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോഴാണ് കരാർ നിലവിൽ വന്നത്. എന്നാൽ 2018 പ്രസിഡന്റായിരിക്കെ ട്രംപ് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു. US-ഉമായി ആണവ ചർച്ച പുനരാരംഭിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്ന് കഴിഞ്ഞ മാസം ഖമേനി പറഞ്ഞിരുന്നതാണ്. ഒരു വശത്ത് ഇറാനെ തുടച്ചു നീക്കുമെന്നും മറുവശത്ത് കരാർ ഉണ്ടാക്കാമെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ മുഖം തിരിച്ചിട്ടുള്ളത്. ബരാക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോൾ ഒപ്പിട്ട കരാറിൽ നിന്നാണ് ട്രംപ് പ്രസിഡന്റായപ്പോൾ ഏകപക്ഷീയമായി പിന്മാറിയത്. അമേരിക്ക ഇറാൻ ബന്ധം ഒരിക്കലും സൗഹൃദത്തിൻ്റെതായിട്ടില്ല. 1953 ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രധാനമന്ത്രി മഹ്മൂദ് മുസാദിക്കിനെ US ബ്രിട്ടീഷ് ചാരസംഘടനകൾ ചേർന്ന് അട്ടിമറിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുഹമ്മദ് റസ പല്ലവിയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റ ഷാ ഭരണകൂടത്തിന് US പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങൾ ഇറാൻ US സൗഹൃദത്തിൻ്റേത് ആയിരുന്നു. 1970കളിൽ അമേരിക്കയുടെ ആജ്ഞാനുവർത്തി എന്നാരോപിച്ച് ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷായെ വിപ്ലവകാരികൾ പുറത്താക്കുകയായിരുന്നു. വിദേശത്ത് അഭയം തേടിയിരുന്ന ആയത്തുള്ള അലി ഖമേനി തിരിച്ചെത്തുകയും ചെയ്തു. ഇതോടെ വിപ്ലവകാരികൾ ഇറാനിലെ അമേരിക്കൻ കോൺസുലേറ്റ് വളഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. 444 ദിവസമാണ് ഈ പ്രതിസന്ധി തുടർന്നത്. ഏറ്റവും ഒടുവിൽ വിട്ടയച്ചത് 52 പേരെയാണ്. 1979 മാസങ്ങൾ നീണ്ട ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഷായ്ക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ 1979 ഏപ്രിൽ 1 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വന്നു. ഇതോടെ US ശത്രുപക്ഷത്തേക്ക് പോയി. ഇറാനെതിരെ ആദ്യ US ഉപരോധം അന്നാണ് നിലവിൽ വന്നത്. 1988 ജൂലൈ 3 മക്കയിലേക്കുള്ള തീർത്ഥാടകരുമായുള്ള ഇറാൻ യാത്രാ വിമാനം ഗൾഫ് മേഖലയിൽ US യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടിരുന്നു. വിമാനത്തിലെ 290 പേരും കൊല്ലപ്പെട്ടു. A300 എയർബസ് F-14 പോർവിമാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് യാത്രാ വിമാനം വെടിവെച്ചു വീഴ്ത്തിയതെന്നാണ് US വാദിച്ചത്. 2002 US പ്രസിഡന്റ് ജോർജ് W. ബുഷ് കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ ഇറാഖ്, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇറാനെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. 2002 മഹ്മൂദ് അഹമ്മദ് നിജാദിന്റെ ഭരണകാലത്ത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് വിവാദം ഉയർന്നിരുന്നു. ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണം ഇറാൻ നിഷേധിക്കുകയായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന വിഷയത്തിൽ ഇടപെട്ടു. UN, US, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഇറാനെതിരെ 2006 ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതോടെയാണ് ഇറാന്റെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു വന്നത്. രാജ്യത്ത് ഇതോടെ ദാരിദ്ര്യം കൊടികുത്തി വാണു. 2013 സെപ്റ്റംബറിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും US പ്രസിഡന്റ് ബറാക് ഒബാമയും 30 വർഷത്തിനു ശേഷം ആദ്യമായി ഫോണിൽ സംസാരിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ സൗഹൃദ രേഖകൾ തെളിയുകയും ചെയ്തു. 2015 ആണവ നിയന്ത്രണത്തിന് ഇറാൻ വഴങ്ങി. US അടക്കം വൻ ശക്തികളുമായി ആണവ കരാർ നിലവിൽ വന്നു. 2018 ട്രംപ് ആണവ കരാറിൽ നിന്ന് പിന്മാറി. ഉപരോധങ്ങൾ വീണ്ടും ചുമത്തി ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ 2019 മേയിൽ ബന്ധം വീണ്ടും വഷളാവുകയായിരുന്നു. ഒമാൻ ഉൾക്കടലിൽ 2019 മെയ് ജൂൺ മാസങ്ങളിൽ അമേരിക്കയുടെ 6 എണ്ണക്കപ്പലുകളിൽ സ്ഫോടനമുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഇറാനാണെന്ന് US ആരോപിച്ചു.
2019 ജൂൺ 20 ഇറാൻ വ്യോമസേന ഹോർമോസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന US ഡ്രോൺ വെടിവെച്ചിട്ടു. വ്യോമാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു ഇത് സംഭവിച്ചത്. ആണവ പദ്ധതികളിലെ നിയന്ത്രണവും ഇറാൻ ഉപേക്ഷിച്ചു. ഇതോടെ ബന്ധം പൂർണ്ണമായും തകർന്നു. 2020 ജനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2002 ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ഉപരോധങ്ങളും ഇതൊക്കെയാണ് ഇറാന്റെ അമേരിക്കൻ ബന്ധത്തിന്റെ ചരിത്രം. 2019 അമേരിക്ക ഇറാൻ ബന്ധം ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. അമേരിക്കയുടെ നിരീക്ഷണ ഡ്രോൺ വെടിവെച്ചിട്ടു ഇറാൻ. അന്ന് അവസാന നിമിഷമാണ് ട്രംപ് ആക്രമണത്തിൽ നിന്ന് പിന്മാറിയത്. 3 മാസത്തിനു ശേഷം അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിച്ചിരുന്നു ഇറാൻ. ഇതിലും ഇറാനു നേരെ വിരൽ ചൂണ്ടിയെങ്കിലും സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറായില്ല. ഇപ്പോൾ ഇസ്രയേൽ ആക്രമണത്തിലും പ്രതിസ്ഥാനത്തുള്ളത് ഇറാൻ തന്നെയാണ്. ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ആക്രമണമാണെന്ന് ഇസ്രയേൽ എപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ആണവ കരാറിനും എതിരായിരുന്നു നെതന്യാഹു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഖമനേയിക്ക് കൈകൊടുത്തിരിക്കുകയാണ്. ഇറാനെ കൈകാര്യം ചെയ്യാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് സൈനികമായ മാർഗം, മറ്റൊന്ന് കരാറുണ്ടാക്കുന്നത്. ഞാൻ കരാറുണ്ടാക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. ഞാൻ ഇറാനെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അവർ മഹത്തായ മനുഷ്യരാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം കൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ചൊവ്വാഴ്ചയാണ് ഒപ്പിട്ടത്. US-ഉമായുള്ള ആണവ കരാർ ഇല്ലാതിരിക്കാൻ കാരണം ട്രംപാണെന്നാണ് ഖമേനി പ്രതികരിച്ചതും. അതുകൊണ്ട് അമേരിക്കയുമായി ഇനി ചർച്ച വേണ്ട എന്നാണ് ഖമേനിയുടെ മുൻ നിലപാട്. ഇനി ഖമേനി തീരുമാനിക്കുന്നത് എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ഖമേനി തള്ളിയിരുന്നതാണ്. രേഖകളിൽ അമേരിക്കക്കാർ ലോകഭൂപടം മാറ്റിമറിക്കുകയാണ്. എന്നാൽ അത് പേപ്പറിൽ മാത്രമാണ്. യാഥാർത്ഥ്യത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല എന്നും ഖമേനി പറഞ്ഞിരുന്നു. ഖുദ്സ് സേനാ നേതാവ് ഖാസിം സുലൈമാനിയെ വകവരുത്തിയതിന് ട്രംപിനോട് പകരം ചോദിക്കണമെന്നായിരുന്നു ഖമേനിയുടെ നിലപാട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ വീണ്ടും തകിടം മറിഞ്ഞിരിക്കുകയാണ്. സംഘർഷത്തിന്റെ ചരിത്രം അവസാനിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോക നേതാക്കൾ. മലയാളി വാർത്ത ഇൻസൈഡ്.